ஹலோ guys, வெல்கம் டு ரியாக்ஷன். ஸோ நீங்கள் பார்த்தீங்கன்னா நம்ம கமெண்ட் செக்ஷனில் வந்து இந்த படத்தை வந்து நிறைய பேர் சொல்லியிருக்காங்க நிறைய வாட்டி. ஸோ அதனால் வந்து இன்றைக்கி பார்க்கலான்னு முடியும். இன்றைக்கி நான் பார்க்க போகிற மூவி என்னன்னு பார்த்தீங்கன்னா எஸ், இது வந்து 2012 நம்ம நிவினோட இந்த படமும் இந்த டைமில் வந்திருக்கு, சட்டத்தின் மரியாதை. ஸோ இந்த படத்தை யார் டேரக்ட் பண்ணி பார்த்தீங்கன்னா இட்ஸ் பை அமல் நீரத். இவர் நம்மளோட ஃபேவரட் டேரக்டர். இவர் பார்த்தீங்கன்னா பிக் பி பண்ணியிருக்காரு. அப்புறம் புஸ்தகம், பரதன், டிரான்ஸ், பீஷ்ம பருவம் இவ்வளோ கவர் பண்ணியிருக்கோம் ஒரு படம். ஸோ படம் பார்த்துருக்கோம். அது மோஸ்ட் ஆஃப் தி மூவிஸ் வந்து உங்களுக்கு பிடிச்ச. ஆமாம், கொஞ்சம் இவர் வந்து ஒரு ட்ராமா ஸ்லோ பேஸில் போவார். ஸோ இந்த படத்தோட காஸ்டிங் யார் அப்படின்னு பார்த்தீங்கன்னா இட்ஸ் பை ஆசிஃப் அலி. நீ ஒன்று சொல்லுவியா? ஆசிட் அலி. ஐ திங்க் இது வந்து அதுக்கு முன்னாடி நினைக்கிறேன். இந்திரஜித் சுகுமாரன், கலாபவன் மணி, ரெஹமான், விநாயகன், ஜான் விஜய், ஆஷிஷ் வித்யார்த்தி, நித்யா மேனன் அண்ட் ரம்யா நம்பிசன். வித்யார்த்தி இருக்கு. இது சமட இவர் கில்லி, கமான் வேலு எல்லாமே பெரிய இதாக இருக்காங்க. ஸோ இந்த படத்தில் பிளாக் காமெடி ஆக்ஷன் ஃபிலிம் ஆல்ரெடி. ஸோ இது அந்த படத்தோட கேஸ்டிங் ஆல்ரெடி. அதுக்கப்புறம் நம்ம பேச்சுலர் பார்ட்டி. ஹாரி பாட்டர். ஆமா, அதே மாதிரி தான் ஹெட்விக் மியூசிக். മോഷ്ടിച്ചു നടന്ന ആ ദുഷ്ടനായ മനുഷ്യനോട് നീ നരകത്തിൽ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ നരകത്തിൽ പോയി. ഇല്ല, നല്ല കുട്ടികൾ സ്വർഗത്തിൽ പോയി, ചീത്ത കുട്ടികൾ നരകത്തിലും പോകും. பிளாக் காமெடி தானே இது? ഉറങ്ങിക്കോ, ഇവിടെ കിടക്ക്. பரவாவா? இல்ல கப்பி என்னடா அவ்வளோ பிடிச்சில 2012 இது. இந்த முகம் அலிபாபாத் அந்த மாதிரி ஒரு சந்தோஷம். என்னண்டா செலவு பண்ணானுங்க. என்னடா அவன் அந்த சைடு போயிட்டான். இப்போ வந்துட்டான். காஸ்ட்ல படிச்சவன் அவங்க எல்லாருமே அவங்களோ ஸ்விம்மிங் கிடையாது. முன்னாடியே தெரியாதாடா? முன்னாடி கிங்கா. ஓ ஸ்டாரிங் அது. ஓ கலாபவன் எல்லாரும் ஒரே கேங் தானா? என்ன ரம்யா நம்பி போட்டு கேங்க ஓரா കണ്ണൂസ്കാട് മമ്മൂട്ടി എൻട്രി. ഒന്നും രണ്ടുമല്ല, ഇങ്ങനെ എത്രയോ പ്രാവശ്യം ടോണിയെ ഞങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അതിനെല്ലാം പ്രതിഫലമായി അവൻ 8ന്റെ പെണ്ണിനെ കപ്പൊപ്പം തന്നെ മേടിച്ച് തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ
ഇത്രയും സ്നേഹമുള്ളൊരു നായിൻ്റെ മോനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ಎತ್ತಂಜಿ ಇವ್ರು ಕಂಪ್ಲೀಟ್ കണ്ടാലോ ಡ್ಯಾನ್ಸ್ ಮಾಡುವರೆ ಸೀರಿಯಸ್ ಕಾಮಿಡಿ ആര് കണ്ടാലും കൊഞ്ചിച്ചു. അങ്ങനെ കൊഞ്ചിക്കാൻ ചെന്ന ചില പെണ്ണുങ്ങൾ അവനൊരു പാറ്റൻ ടാങ്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞാൽ ഓടി. അത്രയും നല്ല മനസ്സുള്ളൊരുത്തിനെ കൂട്ടുകാരനായി കിട്ടിയത് ദൈവാനുഗ്രഹം വന്നല്ലാതെ എന്ത് പറയാ. ഒന്നും ചെയ്യാതെ വെറുതെ ഒരു മൂലയ്ക്ക് ഇരുന്നാ മതി. അടി അവനവിടെ ചോദിച്ചു അത്രയ്ക്കും എടുക്കണ. ചേട്ടനെന്നാ കഴിച്ചേ? കാലിച്ചായല്ലേ, അതിന് ഇത്രയും ഒച്ചയിടേണ്ട കാര്യമില്ല. വായിലൂടെ വൈദ്യുതം വന്ന പോലെ. ಟೀ ಕಡೆಗೆ ಹಾಕಿಟ್ಟು ಬಿಟ್ಟು ഹലോ, കട്ടനല്ല, പാൽ, പാൽ ചായ, മിൽക്ക് ടീ. കൂളിംഗ് ഗ്ലാസ്സല്ലേ വീട്ടിൽ ചടിച്ചു. സെൻസെക്സ് കൂടി. ഈസി പിടിച്ച വണ്ടിയായിട്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞോ, ഡോണ്ട് വറി, കീപ് ദ പോക്കറ്റ് മണിയാ. ഇവനെ ഇവിടെ നിന്ന് കെട്ടിയിടുക. 2 ദിവസം കഴിഞ്ഞ് നിർത്തോളാം. ബ്രേക്ക് ഡൗൺ ആക്കാം. ഒരു സീറ്റ് இங்கே மீட்டிங் பண்ணிட்டு போகிறாங்க எல்லாம். ഇതൊക്കെ ചോദിച്ചു ചെയ്യേണ്ട കാര്യങ്ങളാണോ? നോക്കി കണ്ടോക്ക് ചെയ്യണം. അല്ലാതെ ഞാൻ പറഞ്ഞാലേ എല്ലാം ചെയ്യുന്നുണ്ടോ? എന്തിനാണ് ഇവ മൊത്തം വെള്ളമല്ലേ? நம்ம கோக்கு வச்சு சாப்பிடுவோம். ഭയങ്കര അതെന്തുമാത്രം വേദനിച്ചു കാണും. അത് നീ 2 പേരും മുകളിൽ ഇരുന്നോണ്ടുള്ള അത് കണ്ടിട്ടുണ്ടോ? പിന്നെ സത്യം സത്യം മഞ്ജു വാര്യർ അഭിനയം നടത്തിയ അതേ വർഷം അവൻ കൊച്ചി തന്നെ. அவன் கொச்சி விட்டு வர மாட்டாரா? 6 അടി പൊക്കമുണ്ട് ഒരു നെടുകിരിയൻ ചേർ. പേര് പ്രകാശ് കമ്മത്ത്. 6 ഭാഷ பேசுற தமிழ்னு சொன்னாங்க. அதெல்லாம் எடுப்பாங்களா கையெல்லாம்? കംപ്ലീറ്റ് പുള്ളിക്കാരൻ അണ്ടർകാരനാഥ. ഈ ചേട്ടന് നമ്മളൊന്ന് പോയി കുരിശ് വരയ്ക്കും. അതാ വർക്ക്. പറയുന്ന കാശുകളും സ്പോട്ടിൽ കിട്ടും. അവർക്ക് പറഞ്ഞു തരും മുമ്പ് ഞങ്ങൾ കഴിയും. ഈ കമ്മത്തിന്റെ ഇടവും വലവും അയ്യപ്പനെന്നും ഫക്കീറെന്നും പേരുള്ള 2 കരിമ്പൂച്ചകൾ നിക്കറിട്ട് നടക്കുന്ന കാലം മുതലുള്ള കമ്പനിയാണ്. പോയി ഒലിഞ്ഞു കുത്തി ഇരിക്കുമ്പോഴാണ് വൈദ്യൻ പുച്ഛിച്ചതും ബ്രാൻഡി, രോഗി കൽപ്പിച്ചതും ബ്രാൻഡി എന്ന படம் பார்த்துருக்கியா? പണ്ടാര ഗ്ലാമർ ആയാലും വെച്ചാനെ ഷടാങ് ഷടാങ്. ഇത് അതിന്റെ ഒന്നും കൃത്യമായിട്ട് 4 നേരം ഷാപ്പാണ് അടിക്കുന്നില്ല. എന്റെ ബെന്നിച്ച ഞാനൊരു കുക്കിപ്പെട്ട് കിടക്കുക. നീ കാലെടുത്ത് കുത്തിയപ്പോഴേ മനസ്സിലായി. ചേട്ടന്മാരെ വെറും കേടാണ് കാണുന്നത്. ഓ ബാഗിലുണ്ടേ. இப்போ இவரும் கலாபவன் பண்ணி தானே வந்துட்டு இருக்காங்க காரில் மூடி வச்சுருந்தாங்க மூஞ்சி. ബെന്നിച്ച കുറച്ച് വെള്ളം ഒഴിക്കും. മച്ചാനെ ഇനി നീ വന്ന കാര്യം പറ. എന്റെ കയ്യിലിരിപ്പ് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് വേറെ ആർക്കാം. എന്റെ പൊന്നനിയ, അതൊന്നും വെറുതെ ഓർമ്മിപ്പിക്കല്ലേ. ഓർത്താലും കള്ള് വേറെ കുടിക്കേണ്ടി. ഈ സമയത്താണ് ഷീല മാത്യൂസ് കൊച്ചുപറമ്പിൽ എന്നെ NRI ചേച്ചി അവരുടെ 5 വയസ്സുള്ള മകളുമായിട്ട് കൊച്ചിയിലെത്തിയത്. ഇവരെ ദൈവദോഷം പറയുന്നത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാ ഞാൻ സീരിയസ് ആയിട്ട് 4ാമത്തെ പകല് തട്ടിയവൻ കെട്ടിപ്പോയി. കൊച്ചിയിൽ വന്ന് താമസമാക്കിയ ഷീല മാത്യൂസിനെ ഹെൽപ്പ് ചെയ്യാനെന്ന് കൂടെ കൂടിയ കമ്മത്ത് അവരുടെ കാശൊക്കെ എടുത്തങ്ങ് അതേന്ന് കച്ചവടം തുടങ്ങി. അയാള് കൊച്ചിയിലെ വലിയ കൊണാണ്ടറായി. അവരിപ്പോ അയാളുടെ വേറെ ഒരു കീപ്പിനെ പോലെ ഒരു കീപ്പായി ജീവിക്കണമെങ്കിൽ എന്തെല്ലാം ത്യാഗം. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കമ്മത്തന്നെ വിളിച്ചു. ഷീല മാത്യൂസ് കൊച്ചുപറമ്പിൽ എന്ന കൊച്ചമ്മയുടെ മകൾ നീതുവിനെ മ്യൂസിക് കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ. ഇനി പറയുമ്പോൾ റൊമാൻറ്റിക് സീന കോർണറിൽ കൂടെ കുറച്ച് നടത്തുവെക്കും. അത് സ്ലോ മോഷനിലായിരിക്കും. സ്ലോ മോഷൻ ഒന്നും കുഴപ്പമില്ല, വിറ്റ് വേണം.
എന്റെ മച്ചാനെ ഞാനങ്ങ് നേരെ കയറി എടാ മൈമോനാച്ച കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പറയടാ. ഞാൻ ആ സരസ്വതി ക്ഷേത്രത്തിന്റെ ഇടനാഴിയെല്ലാം നടന്നു. അവിടെ എവിടെയാകുന്നു എന്റെ ഹൃദയം ഏതൊരു പ്രണയത്തിന്റെ നിവിൻ പള്ളി ഞാനും എവിടെ നിന്നോ ആ സംഗീതം കേട്ടു. அவரும் நடிச்ச மூவி கொடுக்குறது அப்போ ഏതൊരു പ്രണയത്തിന്റെ പശ്ചാത്തല സംഗീത നിമിഷം എവിടെ നിന്നോ ഞാനും ആ സംഗീതം കേട്ടു. നിത്യം എന്നാ ആദിദർശനീയ പ്രണയം എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് സംസ്കൃതത്തിൽ പറയുമ്പോൾ ഞങ്ങൾ പരസ്പരം കണ്ടു. അവൾ എൻ്റെ കണ്ണിലേക്ക് പ്രണയത്തിന്റെ തിരകൾ മെല്ലെ. നെവിന് இதே மாதிரி அந்த ஒரு முஸ்லீம் தட்டத்தின் மேலே கண்ணு மட்டும் தானே தெரியும் ஃபுல்லாக பெருதா போட்டுருக்கோங்க. அதுவும் 2012 தான். പിന്നെ പണ്ടാര പ്രേമമായി മച്ചാനെ വിട്ടുപോയി ഒരു പാട്ടിൽ പോയി വിടുക. ஸ்ரேயா கோஷல் ஸ்ரேயா கோஷல்ரா നീ കുറച്ചുകൂടി ഡീസൻ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു. അതിന് ഞാനത് പ്രശ്നം ഉണ്ടാക്കിയത്. നിനക്കെന്താ പ്രശ്നം? കുറച്ച് ഞങ്ങൾക്കല്ലേ മര്യാദയ്ക്ക് ഒരു സീൻ പിടിക്കാമെന്ന് വെച്ചിരിക്കും. അവൻ്റെ മറ്റെടുത്തൊരു കട്ട്. ഞാൻ അതാ പറയുക ബന്ധം എന്നൊക്കെ പറഞ്ഞതും ഞങ്ങളുടെ ലവ് അറിഞ്ഞ ഇടങ്ങേറാവുമെന്ന് എനിക്ക് അതിൻ്റെ ഒരു പേടി എനിക്ക് നീതുനുണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങൾ സംഭവിച്ചത് നേരെ മറിച്ച. ആന്റി എന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു. എൻ്റെ പള്ളിമാരി പള്ളിക്കൂടത്തിലായ കളി. எல்லாமே அவங்க அப்படித்தான் திங்க் பண்ணுறாங்க. இதுல இருட்டு ரூமில் கூலர்ஸ் போட்டுருந்தாங்க. பணக்காரன் அப்படிதான் இருப்பான். ടോണി, നീതുവിനെ നിനക്ക് ശരിക്കും ഇഷ്ടമാണ് അതോ പ്രായത്തിന്റെ ഒരു തമാശ മാത്രമാണ്? തമാശയല്ല. പ്രകാശ് ആദ്യം എൻ്റെ സഹായിയാണ്, പിന്നെ ഞാൻ. എൻ്റെ പണം ഇപ്പൊ അയാൾക്ക് വേണ്ടത് என்னது അവളെയാണ്. അത് അയാളുടെ ആഗ്രഹം ഇവരാ? മാത്രം. അതുകൊണ്ട് നീ എത്രയും വേഗം നീതുവിനെ കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടണം. ஓ ഇതൊക്കെ പ്രകാശിന്റെ സമ്മാനമാണ്. தப்பா நினைச்சிட்டேன். പ്രകാശിനെ എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും അയാൾ അന്വേഷിച്ചു വരും. നിനക്കിവിടെ നല്ല സുഹൃത്തുക്കളുണ്ടെന്ന് എനിക്കറിയാം. എന്നാ എങ്ങനെ രക്ഷപ്പെടണമെന്നോ എന്ത് ചെയ്യണമെന്നോ എനിക്കറിയില്ലായിരുന്നു. ഒടുവിൽ അവര് തന്നെ എനിക്ക് ആ വഴി പറഞ്ഞു തന്നു. പ്രകാശിനെ കൊന്നു കാണും. അങ്ങനെ കമ്മത്തിനെ തീർക്കാൻ ആന്റി തന്ന കോൺട്രാക്റ്റാ. നിങ്ങളത് പിടിക്കുമെന്നാ ഞാൻ കരുതുന്നത്. എടാ നീ അയ്യപ്പനോടോ ഫക്കീറിനോടോ ഒരു ബുള്ളറ്റ് പിടിക്കാൻ കമ്മത്തിന്റെ ബ്രെയിനൊക്കെ കുമ്പളെ കിടക്കൂലേ? അത് ശരിയാവില്ല. അയ്യപ്പന്റെ സ്വഭാവം നിൽക്കാം ആന്റിയുടെ കാശടിച്ചു മാറ്റാൻ. ആക്ച്വലി അതാണ് ഉദ്ദേശം. ആദ്യമായിട്ട് അവസാനമായിട്ട് അയ്യപ്പേട്ടനും ഫക്കീറും ഇല്ലാതെ കമ്പത്തിന് ആന്റിയുടെ വീട്ടിൽ എത്തിച്ചു വരുന്ന കാര്യം ഞാനില്ല. നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത റേറ്റിന് ഈ വർക്ക്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞങ്ങൾ അവർക്ക് ആന്റിയും ടോണിയും കൂടി ഒരുക്കിയ ഒരു ശുഭമുഹൂർത്തത്തിൽ ഞങ്ങൾ അങ്ങനെ இதுக்கு மேலே ஏன் பயப்படுறாங்க? செத்துறானே அவன். ബുക്കും പേപ്പറും ഇല്ലാതെ CC പിടിച്ചത് അഹമ്മദൊക്കെ വാങ്ങിയിട്ടിരുന്ന ഹൈ റേഞ്ചിലെ വീട്ടിൽ ഞങ്ങൾ അവരെ യാത്രയാക്കി. வேணுட்டே இருக்கிறாங்க. അവർ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നു, ദൈവമേ വെച്ചു മനസ്സില്ലാത്ത വണ്ടി കത്തുടണേ. மழை பிரேக் பிடிக்கும். புயல் வந்து படம் இதுவா டொலைட்டா? എന്താ രണ്ടുപേരും കൂടി ഒരു സർപ്രൈസ് വിസിറ്റ്? അന്ന് വണ്ടി കയറിയിട്ട് പിന്നെ കാണാനൊത്തില്ലല്ലോ. കൊച്ചുണ്ടായപ്പോ വന്നില്ല. കോട്ടയിൽ പോയിരിക്കായിരുന്നു ധ്യാനത്തിന്. മോള് ബോയാണോ കേറാണോ? രാവിലെ തന്നെ പെർഫ്യൂം അടിച്ചിട്ടുണ്ടല്ലോ. വാ കേറാം. ഒന്ന് വലിയ മുളക്കുള്ളതല്ലേ പുറത്തു നിന്നുള്ള. അവനോട് ടൗണിൽ പോയിരിക്കാം. എപ്പോ വരും? ഇത് പോയി കോയമ്പത്തൂരിലെ അങ്കിളുമാർ തന്നാന്ന് പറഞ്ഞാൽ മതി. ഒരു വയസ്സുള്ള കൊച്ചിനാണ് കണിവത്ത് കൊടുക്കുന്നത്. കഴിക്കാലോ. എത്തിയിട്ടുണ്ട്. വൈകിട്ട് ഒരു ഓടുന്നു വന്നാൽ തൽക്കാലത്തേക്ക് ഓടാനുള്ളത് ഒഴുക്കി. என்ன எல்லாம் ஒரே டீம் தான்டா. உள்ள டாடியோட ஆகுங்களா? டாடிக்கு 2 பாடி கார்டு இருந்தான்னு சொன்னாங்களா, அது 2 தான்.
எனக்கு கலாபம் டக்குன்னு பார்க்கறதுக்கு அந்த பருப்பு சோறு அவர் மாதிரி இருக்கு. ഓണി അവിടെ പോയി ஆ ஆ പൊള്ളാച്ചി വരെ പോയി. എപ്പത്തും അത് കാലത്താ പോയി 3-4 ദിവസം. 3-4 ദിവസം. കുഴപ്പമില്ല, ഞങ്ങളും വെയിറ്റ് ചെയ്തോളാം. மேன் ஆஃப் கல்ச்சர். എന്താ ഈ വഴിക്ക്? അറിഞ്ഞില്ലേ, നമ്മുടെ ടോണിയുടെ അമ്മായിയമ്മ 3-4 ദിവസം മുമ്പ് ഒരു ആക്സിഡന്റിൽ തട്ടിപ്പറിയിക്കാൻ വന്നാ. നിങ്ങൾ മൂന്നും കൂടി അടിച്ചാ കമ്മത്ത് ഇന്നലെ പെറ്റു. പേരറിയിക്കാൻ വേണ്ടി വന്നതാ. ഇനി എന്താ പരിപാടി? പരിപാടിക്ക് കഴിഞ്ഞില്ലേ? ഇനി സമ്മാനദാനല്ലേ? കാര്യങ്ങളപ്പോ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കില്ല. വരട്ടെ, എന്നിട്ട് അവസാനിപ്പിക്കാം. என்னடா 3 நாளா உட்காந்துக்கிறாங்க. இல்லை ஈவினிங் ஆகிட்டுதா போயிட்டு சங்கீத ஸ்வரங்கள். நித்யா மேடம் நீ வெளியே கூட அது கொஞ்சம் வீட்டில் வந்து உட்கார 3 நாள் 4 நாள் வராது போய் சொல்லிருக்கீங்க. மார்க்கெட் தான் போய்க்கிறீங்க. ஸ்லோ மோஷனில் ரிமூவ் பண்ணி பார்த்தா படம் ஒரு 1/2 hour தான் ஓட முடியும். அந்த சந்தானம் காதை முட்டு பேக்ரவுண்ட் மியூசிக் 2 வச்சு பார்த்தோன்னு வச்சுங்க கரெக்டாக இருக்கும். സ്വർണ്ണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? അടുക്കാൻ പറ്റുന്നു. ഇഷ്ടായോ നീ വാങ്ങിച്ചു ഞാൻ പോലെ. கொச்சியில் எல்லாமே ஆசிஃப் அலி கொடுக்கலாம். டாடி தூக்குனது எல்லாமே இவங்க எப்பவுமே ஒன்றா தான் இருக்காங்க போலடா. ஏதோ பெரிய பிளான் பண்ணுறாங்களோ. ചേട്ടാ ഞാൻ വരില്ല. നീ വരില്ലെന്നറിയാം. അതുകൊണ്ടാണല്ലോ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നത്. എടാ, നിനക്കൊക്കെ ഇവരെ വല്ല കൊള്ളാവുന്നോടത്തും കൊണ്ട് താമസിപ്പിച്ചിട്ടായിരുന്നു. കൊല്ലാൻ രണ്ടായി, എന്നിട്ട് ഇപ്പോഴാണല്ലോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ആളില്ലാത്ത നേരം നോക്കി വന്ന് കണ്ടവന്റെ പള്ളക്ക് ഉണ്ടം കയറ്റി പോകുമ്പോൾ ഓർക്കണായിരുന്നു. ഇവന്റെ അമ്മായിനും തീർത്ത് സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങളിപ്പം ഇങ്ങോട്ട് വിട്ടത് കമ്മത്ത തീർക്കും കൊളസ്ട്രാ അല്ലാതെ കുറവളി വിശ്വാസം ബാക്കി വെച്ച് പോന്നാ അവനൊക്കെ ഇതുപോലെ ഇങ്ങ് പൊങ്ങിപ്പോരും. അതിന് നീ എന്നാത്തിനാ ഇവിടെ കിടന്ന് മനസ്സിലോരിപ്പിക്കുന്നത്? നീയൊക്കെ നമ്മളറിയാതെ വന്നവരെ തലവഴി കാണിക്കും. ഒടുവിൽ വല്ലവന്റെ കാഞ്ചിക്ക് നമ്മൾ തലവെച്ച് കൊടുക്കണം. കമ്പത്തിന് വേണ്ടത്. അതുകൊണ്ട് ഇവനെയും കൊണ്ട് ഞങ്ങളങ്ങ് പോവുക. അപൂർവ സീൻ പിടിക്കാൻ ഞങ്ങളില്ല. ഇവനെ അങ്ങ് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടല്ലേ? ഏതായാലും ഒക്കെ പള്ളിക്ക് ജോലിയിട്ടിറങ്ങാം. എനിക്കൊരു കുടുംബം, ഞങ്ങൾക്ക് ജീവിക്കണം. നീ മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഞങ്ങൾക്കും ജീവിക്കട്ടെ. ഇവനെ കൊണ്ടുപോയിട്ട് നീ ഒന്നും അങ്ങനെ ജീവിക്കണം. എന്തേ വെക്കണില്ലേ? വെച്ചേക്കാം. അവള് കരയുന്നത് എനിക്ക് വേണ്ടിയാണ്. பாசத்துக்கு முன்னாடி இது போயிடும். അവിടെ വന്ന് വെറുതെ മഞ്ഞുകൊള്ളണ്ട, ആത്തേ കയറി ഇരിക്കും. എന്തിനാ അവരിപ്പോ വന്നേ? പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അയ്യപ്പൻ ചേട്ടന് ഫക്കീർ വേറൊരു കാര്യം പറയാൻ വന്നതാണ്. അല്ല, എന്താണെന്ന് പറ. ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? നമുക്ക് അറിയാവുന്ന ആൾക്കാരല്ലേ, വെറുതെ ബോറാവല്ലേ? 5 பேர் கல்யாணமே பண்ணிக்காம இருந்தவங்களடா பேச்சுலரா. இவன் மட்டும் ஆசிஃப் இப்படி இருக்கானேன்ட்டு இது போடுறாங்களா என்ன இல்லையா? சரி போட்டோ போட்டோ ലാസ്റ്റ് സപ്പർ പൊളിച്ചു കേട്ടോ. താനെന്താണ് ഭൂമി അടിച്ചു വെക്കുന്നത്? അവരെന്തിനാ വന്നിരിക്കുന്നത്? അവര് വന്നു, ഭക്ഷണം കഴിച്ചു, എന്തെങ്കിലും സംഭവിച്ചു? ഒന്ന് ചിരിക്കണോ? ஜம்ப் கட்ஸ் மாதிரி பண்ணிடுவா.